നിങ്ങൾ ഇന്ന് ഉറങ്ങാതിരിക്കാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീടിൻ്റെ അടിയിൽ ഒരുപാട് ശവം കിടപ്പുണ്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ശ്രദ്ധിച്ച് നോക്കിയേ, അല്ലയോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? നമ്മുടെ ഈ ഭൂമി നമ്മുടെ സ്വന്തമാക്കിയ ടൈം എന്നാണ്. ഒന്നി നമ്മൾ മേടിച്ചതോ അല്ലെ നമ്മുടെ അച്ഛൻ മേടിച്ചതോ അല്ലെ അച്ഛൻ്റെ അച്ഛൻ മേടിച്ചതോ, അങ്ങനെ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഇത് സ്വന്തമാക്കിയിട്ടുള്ളത്, അല്ലേ? ഒന്നി പാരമ്പര്യമായിട്ട് കിട്ടിയല്ലേ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചത്. പക്ഷേ ഈ എത്ര നാൾക്ക് വരെ നമുക്ക് ഈ ഭൂമിയെ പറ്റി അറിയാൻ പറ്റും? കെട്ടുകഥ വരെ നമുക്ക് വിശ്വസിക്കും, ഒരു നാൾ വരെ ഓക്കെ ആയിരുന്നു അത്. അതിൻ്റെ ബാക്കിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു രാജഭരണ കാലത്തൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഒത്തിരിയും പേര് യുദ്ധം ഉണ്ടായ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയൊക്കെ ഒളിച്ചുകൂടി ഓരോരുത്തർ പോയി കാണുമെന്നറിയോ? പേടിച്ച്, രാജാക്കന്മാരെ പേടിച്ച്, അല്ലെങ്കിൽ വലിയ ഭടനായകന്മാരെയൊക്കെ പേടിച്ച്. അപ്പോൾ അവരെയൊക്കെ വെട്ടിക്കണ്ടിച്ച് കൊന്നും കുഴിച്ചിട്ടും കത്തിച്ചതൊക്കെ നമ്മുടെ ഭൂമിക്കടിയിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ഇപ്പോൾ ഒരു ഹോളിലാണ് ഇരിക്കുന്നത്. ഈ ഹോളിൻ്റെ അടിയിൽ ശവമുണ്ടോ എന്ന് നമുക്ക് കുറേ തോണ്ടി കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ പിന്നെ വന്ന് മൂടിയ മണ്ണാണെങ്കിൽ ഇത് ഒരുപാട് താഴ്ചയിൽ ഒരുപാട് ശവങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വെറുതെ ഒന്ന് പേടിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ.